ആശുപത്രിയിൽ തുടരുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമാണ്. വെന്റിലേറ്ററിന്റെ സഹായത്താൽ തന്നെയാണ് ജീവൻ ഇപ്പോൾ നിലനിർത്തുന്നത്. വിദഗ്ധ സംഘം ആരോഗ്യനില നിരീക്ഷിച്ചു വരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരാഴ്ചയായി റഹീസ് റഷീദ് ഉണ്ട്. റഹീസ്, വെരി ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, വെന്റിലേറ്ററിൽ തന്നെയാണല്ലേ നമ്മുടെ വി എസ്? അരുൺ, അങ്ങനെയാണ്. അരുൺ പറഞ്ഞപ്പോഴാണ് ഓർത്തത്. കാരണം വി എസിൻ്റെ ദിനചര്യയിൽ ഭയങ്കരമായി നടക്കുന്ന കാര്യത്തിൽ, യോഗയുടെ കാര്യത്തിൽ, സൂര്യപ്രകാശം കൊള്ളുന്ന കാര്യത്തിലൊക്കെ കണിശത കാണിച്ചതിൻ്റെ ഒരു ഗുണമാണ് വി എസ് അച്യുതാനന്ദൻ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ഏതാണ്ട് ഈ സമയം കഴിഞ്ഞപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ അതീവ ഗുരുതരാവസ്ഥയിൽ SUT ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിൽ എത്തിയതിനു ശേഷവും 2 തവണ അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടായി. വയസ്സ് 102 ഓർക്കണം. ഈ ഒരാഴ്ച അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരത്തിന് ശേഷം ആരോഗ്യനിലയിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയുണ്ട് എന്നാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. തലച്ചോറിൻ്റെ പ്രവർത്തനം, ഞരമ്പുകളുടെ പ്രവർത്തനം കുറച്ച് മോശമായിരുന്ന കാര്യങ്ങൾ കുറച്ച് പോസിറ്റീവായി വരുന്നുണ്ട്. ഡയാലിസിസ് ചെയ്തത് സക്സസ് ആണ്. ഇന്നലെയും വീണ്ടും ഒരു ഡയാലിസിസ് തുടങ്ങിയിട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ വി എസ് അച്യുതാനന്ദൻ ഒരു അത്ഭുതമായി അവസാന നാളുകളിലും നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ഒരാഴ്ചയായി ഈ തരത്തിൽ വി എസ് അച്യുതാനന്ദൻ നിൽക്കുകയാണ്. ഇന്ന് രാവിലെ മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഇന്നലെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നെങ്കിൽ പോലും മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയിരുന്നില്ല. ഇന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ ഉച്ചയ്ക്ക് മുമ്പായി പുറത്തിറക്കും. അപ്പോൾ കൃത്യമായി നമുക്ക് എന്താണ് വി എസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം വി എസിൻ്റെ ആരോഗ്യനില കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ തോതിൽ ഭേദപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഓക്കെ, താങ്ക് യു റഹീസ് റഷീദ്. റഹീസാണ് വിവരങ്ങൾ നൽകുന്നത്. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്. വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് വേണം. 102 വയസ്സായി. ഈ ഒക്ടോബർ മാസം 20-ാം തീയതി ആകുമ്പോൾ 102 വയസ്സാവും വി എസിന്. ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? അപ്പോൾ ആ ഒരു ജീവിതം എന്ന് പറയുന്നത്, രാവിലെയൊക്കെ എഴുന്നേറ്റ് ചെറിയ നടത്തൊന്നുമല്ല, കൈയൊക്കെ നീട്ടി വീശിയാണ് വി എസ് നടക്കുക. അതും ഒരു കള്ളിമുണ്ടൊക്കെ ആയിരിക്കും കൊടുക്കുക, ഒരു ടീഷർട്ടും ഉണ്ടാവും. ഇതാണ് സ്ഥിരം യൂണിഫോം. അതിട്ട് രാവിലെ ഇങ്ങനെ നടക്കുന്ന കാഴ്ചയുണ്ടല്ലോ, ഒരു ഐശ്വര്യമുള്ളൊരു കാഴ്ചയാണ്. എന്നിട്ട് ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം പോയി കുറച്ച് നേരം യോഗയൊക്കെ ചെയ്ത് വെയിലൊക്കെ കൊണ്ട് അതിനുശേഷം എല്ലാ പത്രവും വായിച്ച് എന്താണോ താൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോകുന്നത്, ജനങ്ങളോട് പറയാൻ പോകുന്നത്, അതിനെക്കുറിച്ച് വിദഗ്ധരുമായിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങൾ തീരുമാനമെടുക്കും. എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന് ഉപദേശിക്കാൻ ഒരു വിഭാഗം വിദഗ്ധരുണ്ടായിരുന്നു കേട്ടോ. അവരുടെയൊക്കെ മുന്നിൽ ഒരു വിദ്യാർത്ഥിയെപ്പോലെ ഇരിക്കുന്ന വി എസിനെ നമുക്ക് കാണാം. പരിസ്ഥിതി വിഷയം വരുന്ന സമയത്ത് കുഞ്ഞികൃഷ്ണൻ സാറായിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്ന ഉപദേശകൻ. നിയമം വരുന്ന സമയത്ത് ചെറുന്നൂർ ശശിധരൻ സാറിനെ പോലെയുള്ള ആളുകൾ, അതേപോലെ ജോസഫ് സി മാത്യുവിനെ പോലെയുള്ള ആളുകൾ. എന്തിന് കൂടംകുളം ആണവ നിലയത്തെക്കുറിച്ചുള്ള പഠനം നടത്താൻ പോലും അദ്ദേഹം തയ്യാറാവും. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ നടത്താൻ തയ്യാറാവും. സ്ത്രീ വിഷയങ്ങളിലും മതികെട്ടാലിൽ റവന്യൂ രേഖകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നിരന്തരം വായിച്ചും പഠിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, വി എസ് ഒരു കാര്യം നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? 78-ാമത്തെ വയസ്സിൽ മതികെട്ടാൻ മലയിലേക്ക് നടന്നു പോകണമെങ്കിൽ ജീവിതം അവസാനിച്ചു എന്ന് തോന്നുന്നിടത്ത് നിന്ന് തിരിച്ചു വരുന്നയാളാണ് വി എസ് അച്യുതാനന്ദൻ. അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട് ചരിത്രം. അതുകൊണ്ട് ജീവിതത്തിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് കരുതരുത്. വി എസ് നിങ്ങൾ റിട്ടയർ ചെയ്ത ജീവിതത്തിൻ്റെ ഇരട്ടി കൂടി ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കുകയാണ്.